നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിലും ദേശീയ പരീക്ഷാ ഏജൻസിയിലടക്കം കേന്ദ്ര സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി വിദ്യാഭ്യാസ രംഗത്തും ദേശീയതല പരീക്ഷകളിലും തുടർന്നുവരുന്ന ഗുരുതരമായ ക്രമക്കേടുകൾക്കുമെതിരെ വിദ്യാർത്ഥികൾ തുടങ്ങിവെച്ചതും രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചതുമായ പ്രതിഷേധ സമരങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സമസ്ത മേഖലകളിലും ക്യാൻസർ കണക്കെ വ്യാപിച്ചിരിക്കുന്ന ജീർണതയെയാണ് തുറന്നു കാട്ടുന്നത്. അതിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ജൂലൈ 20-ന് രാഷ്ട്ര തലസ്ഥാനത്ത് സമാധാനപരമായി നടന്ന വിദ്യാർത്ഥികളുടെ സൻസദ് ചലോ സമരത്തിന് നേരെ കേന്ദ്ര സുരക്ഷാ സേനകളും ഡൽഹി പോലീസും നടത്തിയ അതീവ നിന്ദ്യമായ നരനായാട്ടിൽ ഇടപെടണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കം പരമോന്നത കോടതിയുടെ പരുഷ പ്രതികരണം. നീതിപൂർവമായ പ്രവേശന പരീക്ഷ, ദേശീയ പരീക്ഷാ ഏജൻസിയിൽ അനിവാര്യമായ പരിഷ്കാരങ്ങൾ, നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ നടത്തിയ പാർലമെന്റ് മാർച്ചിനെതിരെ സുരക്ഷാ സേന നടത്തിയ മൃഗീയ ആക്രമണം വിവരിക്കാൻ ശ്രമിച്ച അഭിഭാഷകനെ ചീഫ് ജസ്റ്റിസ് ഞങ്ങളുടെയും നിങ്ങളുടെയും സമയം പാഴാക്കേണ്ട എന്ന് കൽപ്പിച്ച് തടയുകയാണ് ഉണ്ടായത്. നീറ്റ് പരീക്ഷ സ്വതന്ത്രമായും നീതിപൂർവമായും നടത്തണം, NTA പിരിച്ചുവിടണം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും പോലീസ് അതിക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കോടതി കാണണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് വീഡിയോയിൽ താല്പര്യമില്ല, അത് കാണാനുള്ള സമയവുമില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. തൊഴിൽരഹിതരായ ഇന്ത്യൻ യുവാക്കളെ പാറ്റകളായി പരാമർശിച്ച ഇതേ ചീഫ് ജസ്റ്റിസിന്റെ നിന്ദ്യമായ പരിഹാസ പ്രയോഗമാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയതെന്ന് കൂട്ടിവായിക്കുമ്പോഴാണ് നീതിക്കും നിയമവാഴ്ചയ്ക്കും വേണ്ടി ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്ന ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിലൊന്നായ നീതിപീഠത്തെ ഗ്രഹിച്ചിരിക്കുന്ന ജീർണതയുടെ ആഴം ബോധ്യപ്പെടുക. പരമോന്നത കോടതിയിലേതടക്കം നമ്മുടെ ന്യായാധിപന്മാർ പലർക്കും നീതി നിർവഹണത്തോടും ഭരണഘടനാ മൂല്യങ്ങളോടുമുള്ള പ്രതിബദ്ധതയേക്കാൾ വിരമിച്ച ശേഷം രാഷ്ട്രീയ ഭരണ നേതൃത്വം വെച്ചു നീട്ടുന്ന രാജ്യസഭാംഗത്വം ഉൾപ്പെടെ സാമ്പത്തിക നേട്ടവും അധികാരവും നൽകുന്ന ഭൗതിക നേട്ടങ്ങളിലാണ് കണ്ണെന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും സ്വയംഭരണാവകാശവുമുള്ള ഭരണഘടനാ സ്ഥാപനം എന്നതിനേക്കാൾ അവരിൽ പലരും വിലമതിക്കുന്നത് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തോടുള്ള വിധേയത്വമാണ്. ജനാധിപത്യത്തിന്റെ നെടുംതൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റ്, രാഷ്ട്രീയ ഭരണ നേതൃത്വം അഥവാ എക്സിക്യൂട്ടീവ്, നീതിപീഠം അഥവാ ജുഡീഷ്യറി എന്നിവയുടെ ദയനീയമായ ജീർണാവസ്ഥ കണ്ണു നിറയെ തുറന്നു കാണാനുള്ള അവസരമാണ് രാഷ്ട്രത്തിന്റെ വിധാതാക്കളായ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും പ്രക്ഷോഭം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ നയപരിപാടികളെയും നടപടികളെയും നിരീക്ഷിക്കാനും വിലയിരുത്താനും വിമർശിക്കാനും എതിർക്കാനുമുള്ള വേദിയാണ് പാർലമെന്റും നിയമസഭകളും. അതിന് പ്രതിപക്ഷമടക്കം അംഗങ്ങൾക്കുള്ള അവകാശ സംരക്ഷണമാണ് സഭാനാഥനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്പീക്കറുടെ ഉത്തരവാദിത്തം. ഇന്ത്യയുടെ പരമോന്നത ജനാധിപത്യ സ്ഥാപനമായ പാർലമെന്റിലെ ഇരുസഭകളിലും സ്പീക്കർ, അധ്യക്ഷ പദവികൾ വഹിക്കുന്നവർ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ മോദി ഭരണകൂടത്തിന്റെ ദല്ലാൾമാരായി അധപ്പതിക്കുന്ന കാഴ്ചയ്ക്ക് യാതൊരു പുതുമയും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായിരുന്ന ജഗ്ദീപ് ധൻകർ മോദിക്ക് അനഭിമതനായതോടെ 2025 ജൂലൈ 21-ന് തൽസ്ഥാനങ്ങൾ രാജിവെച്ച് വിസ്മൃതിയിൽ ലയിച്ചത് ഓർക്കുക. വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ അനുമതിയില്ലെന്ന് അറിയിച്ച് അവസരം നിഷേധിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ റോൾ ഭരണകൂട ദല്ലാളിന്റേതല്ലാതെ മറ്റെന്താണ്? മോദിയുടെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം ഇന്ത്യൻ പാർലമെന്റിനെ പന്നിക്കൂടാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വം ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെത് മാത്രമല്ല, തങ്ങളെ
തെരഞ്ഞെടുത്ത ജനങ്ങളെ ഭയക്കുന്ന ഭീരുക്കളുടേത് കൂടിയാണെന്ന് അനുദിനം തെളിയിക്കുകയാണ്. നിരായുധരും സമാധാനപൂർണവും നീതിപൂർവവുമായ ജീവിതം കാംക്ഷിക്കുന്നവരുമായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൗരന്മാരെയും രാജ്യദ്രോഹികളും കലാപകാരികളുമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി രാജ്യം കടുത്ത പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഭീരുവിനെ പോലെ തന്റെ ഔദ്യോഗിക വസതി ഒരു രാവണൻ കോട്ടയായി മാറ്റാനുള്ള തത്രപ്പാടിലാണ്. മോദി മാധ്യമങ്ങളുമായി ഒരിക്കലും സംവദിക്കാറില്ല. അദ്ദേഹം മൻ കി ബാത്തിലും സമൂഹ മാധ്യമത്തിലുമായി ഏകപക്ഷീയ പ്രഭാഷണത്തിലാണ് അഭിരമിക്കുന്നത്. രാജ്യം മോദി സർക്കാരിനും അതിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ഇളകിമറിയുമ്പോഴും രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ചോദ്യം ഉന്നയിക്കുമ്പോഴും പ്രധാനമന്ത്രി തന്റെ പതിവ് വാചാടോപം അപ്പാടെ ഉപേക്ഷിച്ച് മൗനീഭാവയായി മാറുന്നു. പാർലമെന്റിലെ സുരക്ഷിത അന്തരീക്ഷത്തിലും വനിതാംഗങ്ങളെ പോലും ഭയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പൊടി പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ സുരക്ഷാ വലയങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടും തലസ്ഥാന നഗരിയിലെ പോലീസിനെയും സുരക്ഷാ സേനയെയും നാഗാലാൻഡ് അടക്കം സംസ്ഥാനങ്ങളിലെ സായുധ പോലീസ് സേനകളെയും വിന്യസിച്ചിട്ടും ഉറപ്പില്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പശ്ചിമ ബംഗാളിൽ നിയോഗിച്ചതിലെ 20 കമ്പനി CRPF കമാൻഡോകളെ കൂടി തിരക്കിട്ട് വിമാനമാർഗം തലസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ട ജനങ്ങളെ ആകെ ഭയക്കുന്ന ജീർണത ബാധിച്ച ഒരു രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ ചിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും കാഴ്ചവെക്കുന്നത്. ജന്തർ മന്ദിറിലെ സമരഭൂമിയിൽ ഉണ്ടായിരുന്ന പോലീസ് സന്നാഹം പിൻവലിച്ചത് നൽകുന്ന അപായ സൂചന അവഗണിക്കാനാവില്ല. ഹിറ്റ്ലറുടെ സ്റ്റോം ട്രൂപ്പർമാർക്ക് സമാനമായ സംഘപരിവാർ വിധ്വംസക സംഘങ്ങളെ അവിടെ തടിച്ചുകൂടിയിട്ടുള്ള പ്രക്ഷോഭകർക്കു നേരെ അഴിച്ചുവിട്ടേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. ജൂലൈ 20 ആക്രമണ സംഭവങ്ങളിൽ അത്തരക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു.